പെട്ടെന്നൊരു ചെറിയ ഗ്രാമത്തിലേക്ക് എന്നെ സ്ഥലം മാറ്റി. ഒരു വലിയ നഗര ബാങ്കിലെ മാനേജറായിരുന്നു ഞാൻ. പക്ഷേ ബാങ്കിൻ്റെ നയമനുസരിച്ച് മികച്ച മാനേജർമാരിൽ ചിലരെ ഗ്രാമീണ ശാഖകൾ പുനർനിർമ്മിക്കാനും വികസിപ്പിക്കാനും ഏറ്റവും ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് അയച്ചു. അതുകൊണ്ടാണ് എന്നെ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് മാറ്റിയത്. എത്തിയപ്പോൾ ഒരു മുറി കണ്ടെത്താൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അത് അല്പം പഴയതും അടിസ്ഥാനപരവുമായിരുന്നു. പക്ഷേ എനിക്കത് മതിയായിരുന്നു. ബാങ്ക് അവധി എനിക്കെൻ്റെ മുറി പാക്ക് ചെയ്യാനും സജ്ജീകരിക്കാനും സമയം നൽകി. അതിരാവിലെ ഞാൻ എൻ്റെ ലഗേജുമായി എത്തി. ഡ്രൈവറോടൊപ്പം ഒരു ചെറുപ്പക്കാരനുമുണ്ടായിരുന്നു. അവൻ ലഗേജ് ഇറക്കാൻ സഹായിച്ചു. എൻ്റെ ലഗേജ് ഒരു ചെറിയ കാര്യമായിരുന്നില്ല. ചില വസ്ത്രങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ, കുറച്ച് ഫർണിച്ചറുകൾ. ഞാൻ അവർക്ക് പണം നൽകി. അവർ പോയി. ഞാൻ പതുക്കെ മുറി വൃത്തിയാക്കാൻ തുടങ്ങി. മുറി പഴയതായിരുന്നു. അതിനാൽ മൂലകളിൽ പൊടിയും ചിലന്തി വലയും ഉണ്ടായിരുന്നു. വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ തൂത്തുവാരുകയായിരുന്നു. ശബ്ദം മറ്റെവിടെ നിന്നോ വരുന്നതാണെന്ന് ഞാൻ കരുതി. ഞാനത് അവഗണിച്ചു. പക്ഷേ പിന്നീട് വീണ്ടും ശബ്ദം വന്നു. ഞാൻ അത്ഭുതത്തോടെ വാതിലിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു. അവളുടെ കയ്യിലൊരു ബാഗുണ്ടായിരുന്നു. അവൾ വെറുതെ പറഞ്ഞു, "ഹലോ, എൻ്റെ പേര് രാധിക. ഞാൻ അടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്." അവളുടെ ശബ്ദം ശാന്തമായിരുന്നു. പക്ഷേ എനിക്കല്പം അസ്വസ്ഥത തോന്നി. ഒരു പുതിയ ഗ്രാമം, പുതിയ ആളുകൾ. പെട്ടെന്ന് ആരോ വന്ന് സ്വയം പരിചയപ്പെടുത്തി. അതെനിക്കല്പം വിചിത്രമായി തോന്നി. ഒരു നിമിഷം എനിക്ക് അവളോടൊന്നും പറയാൻ കഴിഞ്ഞില്ല. എൻ്റെ പരിഭ്രാന്തി മനസ്സിലാക്കി അവൾ സംഭാഷണം തുടർന്നു. "ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. നിങ്ങൾ ബാങ്കിൽ ജോലിക്ക് വന്നതല്ലേ? ഇത് ഞങ്ങളുടെ ഗ്രാമീണ ബാങ്കാണ്. സർ, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം." ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് നന്ദി പറഞ്ഞു. അവൾ വെള്ളത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു. "ഇവിടെ വെള്ളവിതരണം രാവിലെ 6 മണിക്ക് വരുന്നു. വൈകുന്നേരം 6:30 പോകുന്നു. അതിനാൽ നിങ്ങൾ എല്ലാ ദിവസവും അത് നിറയ്ക്കണം." ഞാൻ ചെറുതായി ചിരിച്ചു. കാരണം എനിക്ക് ഉടൻ വെള്ളം കൊണ്ടുവരേണ്ടി വന്നു. ഒരുക്കങ്ങളും നടത്തിയിരുന്നില്ല. അവൾ ചോദിച്ചു, "ഇപ്പോൾ വെള്ളം ആവശ്യമുണ്ടോ?" ഞാൻ തലയാട്ടി. അവൾ അതെടുക്കാൻ പോയി. അവൾ പോയതിനു ശേഷം ഞാൻ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. ഈ രാധിക ആരായിരിക്കും? പക്ഷേ ഗ്രാമവാസികൾ വളരെ സഹായകരമാണെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൽ കാര്യമായി ചിന്തിച്ചില്ല. ഞാൻ എൻ്റെ സാധനങ്ങൾ ശരിയായി ക്രമീകരിച്ചു. മുറി ശാന്തവും സ്വാഗതാർഹവുമായി തോന്നി. മുറിയുടെ തന്നെ ഒരു ഭാഗം പോലെ ചുമരിലൊരു ചെറിയ അലമാരയുണ്ടായിരുന്നു. എൻ്റെ ചില സാധനങ്ങൾ ഞാൻ അവിടെ സൂക്ഷിച്ചു. അതേ അലമാരയിൽ ഒരു ചെറിയ ട്രങ്കിൽ എൻ്റെ വസ്ത്രങ്ങൾ ഭംഗിയായി അടുക്കി. മുറിയുടെ വലിപ്പം ചെറുതാണെങ്കിലും എല്ലാം എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ഭംഗിയായി ക്രമീകരിച്ചിരുന്നു. സമീപത്തൊരു ചെറിയ കുളിമുറിയും ഉണ്ടായിരുന്നു. ഞാൻ ചുവരുകളിൽ ചില സാധനങ്ങൾ വച്ചു. എൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്കായി ബാത്റൂം പ്രത്യേകം നിർമ്മിച്ചതാണെന്ന് തോന്നി. പെട്ടെന്ന് എനിക്ക് ബോധം വന്നപ്പോൾ വാതിൽക്കൽ നിൽക്കുന്ന സ്ത്രീയെ കണ്ടു. അവൾ മുമ്പത്തെ പോലെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവളുടെ അരയിൽ ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടായിരുന്നു. കുടത്തിൻ്റെ ഭാരം അവളുടെ നേർത്തതും വളഞ്ഞതുമായ അരയിൽ കാണപ്പെട്ടു. എനിക്ക് വെള്ളം തരാൻ ആഗ്രഹിക്കുന്നത് പോലെ അവൾ ചെറുതായി കുനിഞ്ഞിരുന്നു. "സർ, നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ കൈവശം അധികം വെള്ളമില്ല. നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഒരു പാത്രം മാത്രമേ ഉള്ളൂ. ദിവസം മുഴുവൻ അതിനൊപ്പം ചെലവഴിക്കുക. രാവിലെ വെള്ളം കിട്ടും." അവൾ ലളിതമായി പറഞ്ഞു. ഞാൻ അവളോട് നന്ദി പറഞ്ഞു. അവളുടെ അടുത്തേക്ക് കുറച്ച് ചുവടുകൾ വെച്ചു. അവളുടെ പുഞ്ചിരിക്കുന്ന കണ്ണുകളുടെ ഭംഗി. ഞാൻ വെള്ളമെടുക്കാൻ പോകുകയാണെന്ന് ഒരു നിമിഷം എന്നെ മറന്നു. അവൾ കുനിഞ്ഞ അരയിൽ നിന്ന് പാത്രം താഴ്ത്തിയ നിമിഷം സമയം തന്നെ നിലച്ചതുപോലെയായിരുന്നു. ഞാൻ അവളുടെ കയ്യിൽ നിന്ന് പാത്രമെടുത്ത് അകത്തു വെച്ചു. ആ സ്ഥലം ഒരു ഗ്രാമത്തിലെ കുളിമുറി പോലെ ചെറുതായിരുന്നു. ഒരു മതിൽ മാത്രം വേർതിരിച്ചിരിക്കുന്നു. ഈ ഗ്രാമത്തിലെ മുറികൾ എത്ര ചെറുതാണെങ്കിലും എന്തുകൊണ്ടാണ് അവ എത്ര പ്രത്യേകതയുള്ളതായി തോന്നുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. ആ നിമിഷം അവളുടെ വളഞ്ഞ ശരീരത്തിൻ്റെ ഭംഗി എൻ്റെ കൺമുന്നിൽ അല്പം മങ്ങി. ആ സ്ത്രീ ഇപ്പോഴും അവിടെ തന്നെ നിന്നു. അവളുടെ മുഖത്ത് ശാന്തവും മനസ്സിലാക്കുന്നതുമായൊരു ഭാവം പ്രത്യക്ഷപ്പെട്ടു. "സർ, കുഴപ്പമില്ല. നിങ്ങളിവിടെ പുതിയ ആളാണ്. നിങ്ങൾക്ക് ആരെയും അറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദയവായി എന്നെ അറിയിക്കൂ." അവൾ മൃദുവായി പറഞ്ഞു. ഞാൻ അവളെ നോക്കി. "നന്ദി." ഇത് പറഞ്ഞപ്പോൾ അവളുടെ നോട്ടം വീണ്ടും എന്നിൽ പതിഞ്ഞു. ഇപ്പോൾ അവൾ പതുക്കെ തിരിഞ്ഞു. അവളുടെ ചലനങ്ങളിൽ ഒരു ഭംഗിയുണ്ടായിരുന്നു. കാറ്റ് അവളുടെ നേരെ വീശുന്നതുപോലെ. ഞാൻ അവളെ നോക്കിക്കൊണ്ടിരുന്നു. ദൈവം അവളെ വളരെ വിശ്രമത്തോടെ സൃഷ്ടിച്ചതുപോലെയായിരുന്നു അവളുടെ സൗന്ദര്യം. അവളുടെ ചുണ്ടുകൾ ചുവന്നിരുന്നു. അവൾ മനോഹരമായൊരു ബ്ലൗസ് ധരിച്ചിരുന്നു. അവളുടെ ശരീരം അതിൽ തികച്ചും ആകർഷകമായി തോന്നി. വാക്കുകളിൽ വിവരിക്കാൻ പ്രയാസമുള്ള എന്തോ ഒന്ന് അവളുടെ ആകൃതിയിലായിരുന്നു. അവളുടെ മെലിഞ്ഞ അരക്കെട്ടും ശക്തമായ കൈകളും
ഗ്രാമീണ സ്ത്രീകളുടെ കഠിനാധ്വാനവും അതിൽ നിറഞ്ഞിരുന്നു. ആ കഠിനാധ്വാനത്തിനുള്ളിൽ അവളുടെ സൗന്ദര്യം എൻ്റെ മുന്നിൽ നിൽക്കുന്നതുപോലെ, ഒരു മാലാഖ എൻ്റെ മുന്നിൽ നിൽക്കുന്നതുപോലെ അവൾ പോയി. പക്ഷെ അവളുടെ സൗന്ദര്യത്തിൻ്റെയും നിസ്വാർത്ഥ വാത്സല്യത്തിൻ്റെയും ആഘാതം എൻ്റെ മനസ്സിൽ എന്നേക്കുമായി പതിഞ്ഞതുപോലെ ഞാൻ വാതിലിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ കുറച്ചുനേരം അവിടെ നിന്നു. അവളുടെ ഓരോ നീക്കത്തിൻ്റെയും ചിത്രം ഇപ്പോഴും എൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ വ്യക്തമായിരുന്നു. പക്ഷെ കുറച്ചു സമയത്തിന് ശേഷം ഞാൻ എൻ്റെ സംയമനം വീണ്ടെടുത്ത് ജോലിയിൽ പ്രവേശിച്ചു. മുറി ക്രമീകരിക്കുമ്പോൾ സമയം എത്ര കടന്നുപോയെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എൻ്റെ എല്ലാ ജോലികളും വേഗത്തിൽ പൂർത്തിയാക്കി വിശ്രമിക്കാൻ ഒരു ചെറിയ പായയും ഒരു ഷീറ്റും വിരിച്ചു. കുറച്ചുനേരം ഞാൻ അതിൽ കിടന്നു. ഒരു ദീർഘനിശ്വാസം വിട്ടു. ഒരു ചെറിയ വിശ്രമത്തിന് ശേഷം എനിക്ക് ഉന്മേഷം തോന്നി. ഞാൻ കൊണ്ടുവന്ന പത്രം തുറന്ന് വായിക്കാൻ തുടങ്ങി. എൻ്റെ മനസ്സതിൻ്റെ വാക്കുകളിൽ മുഴുകി. എന്നാൽ താമസിയാതെ വാതിൽക്കൽ വീണ്ടും ഒരു പരിചിതമായ നിഴൽ പ്രത്യക്ഷപ്പെട്ടു. അതേ സ്ത്രീ തന്നെയായിരുന്നു. ഇത്തവണ അവൾ മുട്ടിയില്ല. അവൾ ചെറുതായി ചുമച്ച് തൻ്റെ സാന്നിധ്യം അറിയിച്ചു. ഞാൻ അവളെ നോക്കി. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "സർ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരട്ടെ?" ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, "ഇല്ല, എൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് പാചകം ചെയ്യാനറിയാം. ഞാൻ തന്നെ പാചകം ചെയ്യും." അവൾ ഒരു നിമിഷം നിർത്തി. അവളുടെ കണ്ണുകളിൽ ജിജ്ഞാസയും ആശങ്കയും ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, "ശരി, ഞാൻ നിങ്ങൾക്ക് കുറച്ച് പച്ചക്കറികൾ കൊണ്ടുവരണോ?" എൻ്റെ ശ്രദ്ധ അവളുടെ കൈകളിലേക്ക് പോയതിനാൽ ഞാൻ മറുപടി പറഞ്ഞില്ല. അവളുടെ സാരിയുടെ ഒരു മൂലയിൽ എന്തോ പൊതിഞ്ഞിരുന്നു. അവൾ പതുക്കെ തൻ്റെ സാരി അഴിച്ചുമാറ്റി പറഞ്ഞു, "ഞാൻ നിങ്ങൾക്ക് ഗ്രാമത്തിൽ നിന്ന് പുതിയ ഉലുവ കൊണ്ടുവന്നിട്ടുണ്ട്." അവളുടെ കണ്ണുകൾ സ്നേഹവും വാത്സല്യവും കൊണ്ട് നിറഞ്ഞിരുന്നു. അവളുടെ ഹൃദയത്തിൻ്റെ സ്നേഹം ആ ഇലകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതുപോലെ അവൾ ഉലുവയുടെ കെട്ട് എനിക്ക് നേരെ നീട്ടി. അവളുടെ വാത്സല്യമുള്ള ആംഗ്യം എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചു. പതുക്കെ ഞാൻ അവളുടെ അടുത്തേക്ക് പോയി അവളുടെ കൈകളിൽ നിന്ന് ഉലുവയെടുത്തു. അവളുടെ സൗമ്യമായ കൈകളിൽ നിന്ന് കെട്ടുവാങ്ങിയപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഞാൻ അവളോട് വീണ്ടും നന്ദി പറഞ്ഞു. അവൾ ഒരു മധുരമുള്ള പുഞ്ചിരിയോടെ പോയി. അവൾ പോയതിനു ശേഷം ഞാൻ പാചകം ചെയ്യാൻ തുടങ്ങി. ഉലുവയുടെ ഇലകൾ പുതുമയുള്ളതും സമർത്ഥവുമായിരുന്നു. വളരെ ശ്രദ്ധയോടെ ഞാൻ അവ തയ്യാറാക്കി കഴിച്ചു. സത്യം പറഞ്ഞാൽ ലളിതമായ ഭക്ഷണത്തിന് മറ്റെന്തോ രുചിയുണ്ടായിരുന്നു. പുതിയ പച്ചക്കറികൾക്ക് ഗ്രാമത്തിലെ മണ്ണിൻ്റെ മണമുണ്ടായിരുന്നു. ആ രാത്രി ഞാൻ നന്നായി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ഞാൻ 6 മണിക്ക് ഉണർന്നു. സ്ത്രീ വാഗ്ദാനം ചെയ്തതുപോലെ വെള്ളമെത്തി. ഞാൻ വേഗത്തിൽ വെള്ളം നിറച്ചു. ഗ്രാമത്തിൽ പരിമിതമായ സമയത്തേക്ക് മാത്രമേ വെള്ളം ലഭ്യമാകൂ. പക്ഷേ നഗരത്തിൽ 24 മണിക്കൂറും വെള്ളം ലഭ്യമാകുമെന്ന് ഞാൻ മനസ്സിലാക്കി. വെള്ളം ലഭിക്കുന്ന ശീലം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. എന്നിട്ടും ഈ പുതിയ സ്ഥലത്ത് എല്ലാത്തിനോടും പൊരുത്തപ്പെടേണ്ടി വരുമെന്ന വസ്തുത ഞാൻ അംഗീകരിച്ചു. എൻ്റെ അവധി ദിവസമായിരുന്നു അത്. എന്നിട്ടും ഞാൻ ഇസ്ത്രിയിട്ട വസ്ത്രങ്ങൾ ധരിച്ച് ദിവസത്തിനായി തയ്യാറെടുത്തു. പിന്നെ ഞാൻ ബാങ്കിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ ബാങ്കിൻ്റെ സ്ഥാനം ഞാൻ പരിശോധിച്ചിരുന്നു. അവിടെ എത്തിയപ്പോൾ അത് അടച്ചിട്ടിരിക്കുന്നതായി ഞാൻ കണ്ടു. എൻ്റെ കൈവശം താക്കോലില്ലായിരുന്നു. പക്ഷേ അവിടെ നിന്ന് കാര്യങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചു. ബാങ്കിന് ചുറ്റും കുറച്ച് നാരങ്ങ ബദാം മരങ്ങൾ ഉണ്ടായിരുന്നു. കാലാവസ്ഥ മനോഹരമായിരുന്നു. ബാങ്കിൻ്റെ വലിപ്പം കുറവായിരുന്നെങ്കിലും അത് പ്രത്യേകമായി തോന്നി. ജനൽ അടച്ചിരുന്നു. തുറന്നിരുന്നെങ്കിൽ തീർച്ചയായും അകത്തേക്കൊന്ന് എത്തി നോക്കുമായിരുന്നു. സമീപത്ത് ഗ്രാമവാസികൾ അവരുടെ ജോലി ചെയ്യുന്ന കുറച്ച് ചെറിയ കടകളുണ്ടായിരുന്നു. ആ ബാങ്ക് കണ്ടപ്പോൾ എനിക്ക് സമാധാനം തോന്നി. കാരണം ഇപ്പോൾ ഞാൻ ഇവിടെ ജോലി ചെയ്യും. അന്തരീക്ഷം ശാന്തവും മനോഹരവും പുതിയതുമായിരുന്നു. ഗ്രാമം എന്നെ വിഴുങ്ങിയതുപോലെയായിരുന്നു അത്. ഈ ഗ്രാമത്തിലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്നെ ആകർഷിച്ച ഒരു അതുല്യമായ സൗന്ദര്യവും ലാളിത്യവും ഉണ്ടായിരുന്നു. ബാങ്കിനടുത്ത് ഒരു ചെറിയ ഹോട്ടൽ ഉണ്ടായിരുന്നു. എല്ലാ തിരക്കുകൾക്കും ശേഷം എനിക്ക് അല്പം വിശപ്പ് തോന്നി. അങ്ങനെ ഞാൻ നേരെ ഹോട്ടലിലേക്ക് പോയി. ഗ്രാമാന്തരീക്ഷത്തിൽ നന്നായി ഇണങ്ങിയ ഒരു ലളിതമായ ഹോട്ടലായിരുന്നു അത്. പക്ഷേ അതിനൊരു അതുല്യമായ ആകർഷണീയതയുണ്ടായിരുന്നു. ഞാൻ അവിടെ ഹൃദ്യമായ പ്രഭാത ഭക്ഷണം കഴിച്ചു. ചൂടുള്ള പോഹയും ചായയും കഴിഞ്ഞ് എനിക്ക് വയറ് നിറയെ സന്തോഷവും തോന്നി. ദിവസം ആസ്വദിച്ചുകൊണ്ട് ഞാൻ അവിടെ വളരെ നേരം ചെലവഴിച്ചു. എൻ്റെ ചുറ്റുമുള്ള ആളുകളെയും അവരുടെ സംഭാഷണങ്ങളെയും നോക്കി
ഗ്രാമത്തിൻ്റെ ശാന്തത ഞാൻ അനുഭവിച്ചു. വൈകുന്നേരം ഞാൻ എൻ്റെ മുറിയിലേക്ക് മടങ്ങി. പകലിൻ്റെ അലഞ്ഞുതിരിയലിൽ നിന്ന് എനിക്ക് അല്പം ക്ഷീണം തോന്നി. ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. രാത്രി എപ്പോഴാണ് കടന്നുപോയതെന്ന് എനിക്ക് പോലും മനസ്സിലായില്ല. ഞാൻ വളരെ ഗാഢമായി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ഞാൻ ഉണർന്നു വേഗം തയ്യാറായി. ബാങ്കിലെ എൻ്റെ ആദ്യ ദിവസമായിരുന്നു അത്. അതിനാൽ ഞാൻ ആവേശഭരിതനും സന്തോഷവാനുമായിരുന്നു. ഞാൻ എത്തിയപ്പോൾ എല്ലാവരും എന്നെ വളരെ ഊഷ്മളതയോടെ സ്വീകരിച്ചു. അവിടെ അധികം ആളുകളില്ലായിരുന്നു. പക്ഷേ അവരുടെ ഊഷ്മളതയും എനിക്ക് പെട്ടെന്ന് അനുഭവപ്പെട്ടു. ബാങ്കിൽ സാധനങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നും അവ എങ്ങനെ ഉപയോഗിക്കാമെന്നും അവർ എന്നോട് പറഞ്ഞു. ഞാൻ ആവേശത്തോടെ ജോലിക്കിറങ്ങി. വൈകുന്നേരം 5:30 ജോലി അവസാനിച്ചു. ഞാൻ എൻ്റെ മുറിയിലേക്ക് മടങ്ങി. വഴിയിൽ 2 മുട്ടയും 1 റൊട്ടിയും ഞാൻ എടുത്തിരുന്നു. ഇന്ന് ഒരു രുചികരമായ മുട്ട ബോൾജി ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു. മുറിയിൽ കയറിയ ഉടനെ തട്കയുടെ സുഗന്ധം മുറിയിൽ നിറഞ്ഞു. ഞാൻ ബോർജി ഉണ്ടാക്കി റൊട്ടിയോടൊപ്പം അത് കഴിക്കാനിരുന്നു. അപ്പോഴാണ് ആ സ്ത്രീ തിരിച്ചു വന്നത്. വാതിൽ തുറന്നിരുന്നു. അവൾ അകത്തേക്ക് വന്നു. ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ നോട്ടം എന്തെങ്കിലും പറയാനുള്ള അവളുടെ ആകാംക്ഷ വ്യക്തമായി കാണിച്ചു. അവൾ സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, "വന്നു അത്താഴം കഴിക്കൂ." അവൾ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നീ കഴിക്ക്." അവളുടെ വാക്കുകൾ എന്നിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തി. ഞാൻ അവളോട് പറഞ്ഞു, "ദയവായി ഇരിക്കൂ." അവൾ കസേരയിലേക്ക് നോക്കി. അവൾക്കിരിക്കാൻ കസേരയുണ്ടായിരുന്നു. പക്ഷേ ഒരുപക്ഷെ അവൾ മടിച്ചിരിക്കാം. ഞാൻ വീണ്ടും നിർബന്ധിച്ചു, "ദയവായി ഇരിക്കൂ." അവൾ പതുക്കെ ഇരുന്നു സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് അവൾ ഒരു നീല സാരിയും ചുവന്ന ബ്ലൗസും ധരിച്ചിരുന്നു. ആ ലളിതമായ വസ്ത്രത്തിൽ പോലും അവളുടെ സൗന്ദര്യം തിളങ്ങി. അവളുടെ ലാളിത്യത്തിന് ഒരു അതുല്യമായ ആകർഷണീയതയുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഗൗരവമായി, "ഹേയ്, എനിക്ക് നിനക്കൊരു ജോലിയുണ്ട്." അവളുടെ ശബ്ദത്തിൽ എന്തോ വ്യത്യാസമുണ്ടായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു. ഈ സ്ത്രീക്ക് എന്നിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ഈ ഗ്രാമത്തിൽ പുതിയ ആളായിരുന്നു. എനിക്ക് ആരെയും അറിയില്ലായിരുന്നു. അതിനാൽ ഇതെല്ലാം എനിക്ക് പുതിയതായിരുന്നു. ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. അതെ, എന്താണ് പ്രയോജനമെന്ന് പറയൂ. അവൾ ഒരു നിമിഷം മിണ്ടാതിരുന്നു. പിന്നെ ഒരു ദീർഘനിശ്വാസമെടുത്ത് "നമ്മുടേത്" എന്ന് പറഞ്ഞു. അവളുടെ വായിൽ നിന്ന് "നമ്മുടേത്" എന്ന വാക്കുകൾ വന്നയുടനെ അവൾ തൻ്റെ ഭർത്താവിനെക്കുറിച്ച് എന്തോ പറയാൻ പോകുകയാണെന്ന് എനിക്കറിയാമായിരുന്നു. അവൾ തുടർന്നു, "അവന് ജോലിയില്ല. അവൻ ദിവസം മുഴുവൻ വീട്ടിൽ തന്നെ ഇരിക്കും. അവൻ മദ്യപിക്കുകയും ചുറ്റിത്തിരിയുകയും ചെയ്യും. നിങ്ങളുടെ ബാങ്കിൽ ഒരു ക്ലാർക്കോ പ്യൂണോ ആയി ഒരു ചെറിയ ജോലി കിട്ടിയാൽ എത്ര നന്നായിരിക്കും." അവളുടെ വാക്കുകളിൽ വേദനയും നിരാശയും ഉണ്ടായിരുന്നു. ഭർത്താവിനെക്കുറിച്ച് അവൾക്ക് ആശങ്കയുണ്ടായിരുന്നു. അവൻ്റെ ഭാവിയെക്കുറിച്ചും അവൾക്ക് ആശങ്കയുണ്ടായിരുന്നു. അവളുടെ വാക്കുകളിൽ വാത്സല്യവും ആശങ്കയും പ്രതീക്ഷയും നിറഞ്ഞിരുന്നു. ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ഞാനിവിടെ പുതിയ ആളാണ്. ഞാൻ ബാങ്കിൽ ചേർന്നതേ ഉള്ളൂ. ഇവിടുത്തെ ജോലിക്ക് ശരിയായ പരിശീലനം പോലും എനിക്ക് ലഭിച്ചിട്ടില്ല. ബാങ്കിൻ്റെ ജോലിക്ക് ആളില്ലായിരുന്നു. ജോലിക്ക് പറ്റിയ ആളുകൾ ഇതിനകം തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക പ്രതീക്ഷയുണ്ടായിരുന്നു. അതെന്നെ നിരസിക്കുന്നതിൽ നിന്ന് തടഞ്ഞു. അതിനാൽ ഞാൻ പറഞ്ഞു, "അതെ, തീർച്ചയായും. ഒരു ഒഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് ജോലി നേടാൻ ഞാൻ പരമാവധി ശ്രമിക്കും." ഈ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു. അവളുടെ പുഞ്ചിരി എൻ്റെ മാനസികാവസ്ഥയെ ലഘൂകരിച്ചു. ഞാൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു. മനഃപൂർവ്വം അവളോട് ചോദിച്ചു, "നിങ്ങൾക്ക് എഗ് പാവ് ഇഷ്ടമാണോ?" അവൾ ഉടനെ മറുപടി പറഞ്ഞു, "അതെ, എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ ഇന്ന് ഉപവസിക്കുകയാണ്." അവളുടെ സ്വരത്തിൽ നേരിയ മാധുര്യമുണ്ടായിരുന്നു. അവൾ എളുപ്പത്തിൽ മറുപടി നൽകി. ഞാൻ പറഞ്ഞു, "ശരി, ഞാൻ എപ്പോഴെങ്കിലും ഉണ്ടാക്കി തരുമെങ്കിൽ ദയവായി ഭക്ഷണം കഴിക്കാൻ വരൂ." അവളുടെ കണ്ണുകളിൽ ഒരാത്മവിശ്വാസം മിന്നിമറഞ്ഞു. അവൾ പറഞ്ഞു, "അതെ, തീർച്ചയായും." അവളുടെ സംഭാഷണത്തിലെ തുറന്ന മനസ്സും അവളുടെ ലാളിത്യവും അവൾ ധരിച്ചിരുന്ന ലളിതവും എന്നാൽ ആകർഷകവുമായ നീല സാരിയും എല്ലാം എന്നെ വ്യതിചലിപ്പിച്ചു. ചിലപ്പോൾ സാരി, ചിലപ്പോൾ അവളുടെ നിഷ്കളങ്കമായ പുഞ്ചിരി, എല്ലാം എൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നതായി തോന്നി. അവളുടെ ശരീരത്തിലെ സാരിയുടെ ഭംഗിയും ചുവന്ന ബ്ലൗസും ആ വസ്ത്രങ്ങൾക്കിടയിലൂടെ വ്യക്തമായി കാണാവുന്ന അവളുടെ വളഞ്ഞ രൂപവും എല്ലാം ആകർഷകമായിരുന്നു. അവളുടെ വാക്കുകളിൽ ഒരു അതുല്യമായ ആകർഷണീയതയുണ്ടായിരുന്നു. അവൾ എളുപ്പത്തിൽ സംസാരിച്ചു. എപ്പോഴും
വീണ്ടും പുതിയ എന്തെങ്കിലും സംസാരിക്കാൻ കൊണ്ടുവന്നു. ഇത് അവൾക്ക് അവിടെ ഇരിക്കാൻ എളുപ്പമാക്കി. അവൾ എന്നോട് സംസാരിക്കുന്നത് ഒരു സംഭാഷണത്തിനായി മാത്രമല്ല, ഒരുപക്ഷെ അവളുടെ ഭർത്താവിൻ്റെ ജോലിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അവൾ എന്നെ ഉപരിപ്ലവമായി കരുതുകയായിരുന്നു. ഞാൻ സ്വയം ചിന്തിച്ചു, ഞാൻ പിന്നീട് വരാം. അതോടെ അവൾ പോയി. ഞാൻ മുറിയിൽ ഒറ്റയ്ക്കിരുന്നു. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സ്ഥലം പുതിയതായിരുന്നു. പക്ഷേ ആ പുതിയ സ്ഥലത്തിൻ്റെ ഏകാന്തതയിൽ ആ സുന്ദരിയായ സ്ത്രീ എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നേടി. അവളുടെ മധുരമുള്ള പുഞ്ചിരി, മൃദുവും സൂക്ഷ്മവുമായ ചലനങ്ങൾ, അവൾ എന്നോട് സംസാരിക്കുന്ന രീതി എന്നിവയെല്ലാം ശ്രദ്ധ തിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കിടന്നു. പക്ഷെ കണ്ണുകൾ അടച്ചിട്ടും അവളുടെ രൂപം എൻ്റെ കൺമുന്നിൽ മിന്നിമറഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ആകർഷകമായ നോട്ടം, അവളുടെ കണ്ണുകളിലെ വികാരം, അവൾ വെള്ളക്കുടം കൊണ്ടുവരുന്നത്, അവളുടെ ചോദ്യങ്ങൾ, ഈ ചിന്തകളെല്ലാം എൻ്റെ മനസ്സിൽ ചുറ്റിത്തിരിഞ്ഞു. 2 ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഞായറാഴ്ചയായിരുന്നു. എനിക്കൊരു അവധിക്കാലമായിരുന്നു. രാവിലെ അല്പം വൈകിയാണ് ഞാൻ ഉണർന്നത്. ടാപ്പ് നിറയ്ക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വാതിൽക്കലെത്തി അവളെ കാണാൻ ചുറ്റും നോക്കി. പക്ഷെ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവളുടെ വീട്ടിലേക്ക് പോകണമെന്ന ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് എനിക്ക് എങ്ങനെ ഒരാളുടെ വീട്ടിൽ പോകാൻ കഴിയും? അങ്ങനെ ഞാൻ എൻ്റെ മുറിയിലിരിക്കാൻ തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ എത്തി. ഞാൻ അവൾക്കായി കാത്തിരിക്കുന്നത് പോലെ തോന്നി. അവളുടെ വരവ് എനിക്ക് ആശ്വാസം നൽകി. വാതിലിലൂടെ അവളെ കണ്ടപ്പോൾ അവൾ വരുമെന്നെനിക്കറിയാമായിരുന്നു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ചോദിച്ചു, എല്ലാം ശരിയാണോ സാർ? ഞാൻ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, എല്ലാം ശരിയാണ്. പക്ഷെ ഇന്ന് ഞാൻ കുഴപ്പത്തിലാണ്. അവൾ ഉത്കണ്ഠയോടെ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? ഞാൻ ഇന്ന് അല്പം വൈകിയാണ് ഉണർന്നത്. വെള്ളം നിറയ്ക്കാൻ മറന്നു. ഇപ്പോൾ എൻ്റെ കൈവശം ഒന്നുമില്ല, ഞാൻ മറുപടി പറഞ്ഞു. ഇത് കേട്ട് അവൾ ചിരിച്ചു. അവളുടെ സന്തോഷകരമായ ചിരി അവളുടെ ലാളിത്യം വർദ്ധിപ്പിച്ചു. ഇന്ന് അവൾ ഒരു സുതാര്യമായ സാരി ധരിച്ചിരുന്നു. അവളുടെ വെളുത്ത നിറത്തിൽ അത് കൂടുതൽ മനോഹരമായി കാണപ്പെട്ടു. അവളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം സാരിയിലൂടെ വ്യക്തമായി കാണാമായിരുന്നു. അവൾ മൃദുവായി സംസാരിച്ചു കൊണ്ടിരുന്നു. അവളുടെ ശാന്തവും ആകർഷകവുമായ രൂപത്തിൽ നിന്ന് എനിക്ക് കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. അവളുടെ സൗന്ദര്യം വ്യക്തമായി എടുത്തു കാണിക്കുന്ന ഒരു തവിട്ടു ബ്ലൗസ് അവൾ ധരിച്ചിരുന്നു. എന്നിലൊരു വിചിത്രമായ ആഗ്രഹം ഉടലെടുത്തു. അവളെ നോക്കാനും അവളുടെ അടുത്തേക്ക് പോകാനും അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കാനും എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൾ എൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. അവളെ അടുത്തേക്ക് വലിച്ച് കെട്ടിപ്പിടിക്കണമെന്ന ചിന്ത എന്നിലേക്ക് വന്നു. അവളുടെ സൂക്ഷ്മമായ ചുണ്ടുകളിൽ എൻ്റെ ചുണ്ടുകൾ വെച്ചുകൊണ്ട് അവളെ ചുംബിക്കണമെന്ന ചിന്ത. ഈ ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അവളെ നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ബോധം വന്നു. ഈ ചിന്തകളിൽ നിന്ന് മുക്തയായി. അവൾ ഇപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. എൻ്റെ മനസ്സിലുള്ളത് അവൾക്കറിയാമെന്ന് തോന്നി. പക്ഷേ അവൾ ഒന്നും പറയുന്നില്ല. പെട്ടെന്ന് അവൾ പറഞ്ഞു, എന്താണ് സംഭവിച്ചത് സാർ? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അവൾ മധുരമായ ശബ്ദത്തിൽ ചോദിച്ചു. അവളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയും കണ്ണുകളിൽ ഒരു വിചിത്രമായ തിളക്കവും ഉണ്ടായിരുന്നു. ഞാൻ അവളെ നോക്കി ചിന്തിച്ചു. എനിക്ക് ശരിക്കും വേണ്ടത് അവൾ എനിക്ക് തരില്ല. എൻ്റെ ചിന്തകളെ എൻ്റെ ചുണ്ടുകളിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. അവളുടെ വാക്കുകളും സൂക്ഷ്മമായ ചലനങ്ങളും അവളുടെ ആകർഷകമായ സൗന്ദര്യവും എന്നെ കൂടുതൽ ആകർഷിച്ചു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, സർ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ? അവളുടെ ശബ്ദം മധുരമായിരുന്നു. അവളുടെ മുഖത്ത് ബഹുമാനവും ആശങ്കയും പ്രകടമായിരുന്നു. ഞാൻ പറഞ്ഞു, അതെ, എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ വളരെ നന്നായിരിക്കും. എനിക്ക് കുളിക്കാനും പാചകത്തിന് വെള്ളവും വേണം. അവൾ പറഞ്ഞു, ശരി, ഞാൻ 2-3 പാത്രം വെള്ളം കൊണ്ടുവരാം. ഇന്ന് എനിക്ക് വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടാകുമെന്ന് അവൾ ഇതിനകം ഊഹിച്ചതുപോലെ തോന്നി. ഞാൻ അവൾ ഇതെങ്ങനെ അറിഞ്ഞുവെന്ന് ചിന്തിച്ചു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് വൈകി ഉണരുമെന്ന് എനിക്കറിയാമായിരുന്നു. നിങ്ങൾക്ക് പൈപ്പ് വെള്ളം ലഭിക്കില്ല. ഞാൻ സ്തബ്ധനായി. ഒരു നിമിഷം ഈ സ്ത്രീക്ക് മുഖങ്ങൾ വായിക്കാനുള്ള കഴിവുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. അവൾ തിരികെ പോയി കുറച്ച് സമയത്തിനുള്ളിൽ ആദ്യത്തെ പാത്രം നിറയെ വെള്ളം കൊണ്ടുവന്നു. വെള്ളം എടുക്കുന്നതിനിടയിൽ കുറച്ച് വെള്ളം അവളുടെ ശരീരത്തിൽ തെറിച്ചു. അവളുടെ സാരി അവളുടെ ശരീരത്തിനു ചുറ്റും ഇറുകിയിരുന്നു. അവളുടെ നെറ്റിയിൽ വെള്ളത്തുള്ളികൾ കാണപ്പെട്ടു. വിയർപ്പ് തുള്ളികൾ അവളുടെ നെറ്റിയിൽ ഒരു അദ്വിതീയ തിളക്കം കൊണ്ടുവന്നു. അവൾ പതുക്കെ കുടം എൻ്റെ മുന്നിൽ വെച്ചു. ആ നിമിഷം അവളുടെ സൗന്ദര്യം കൂടുതൽ ആകർഷകമായി. അവൾ മറ്റൊരു കുടം വെള്ളവുമായി തിരിച്ചു വന്നു. വെള്ളം വീണ്ടും ഒഴുകി. അവളുടെ സാരിയുടെ നനഞ്ഞ പല്ലു അവളുടെ അരക്കെട്ടിൽ കൂടുതൽ മുറുകെ പൊതിഞ്ഞിരുന്നു.
സാരി അവളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ തോന്നി. അതവളുടെ സൗന്ദര്യത്തെ കൂടുതൽ വർദ്ധിപ്പിച്ചു. അവളുടെ വളഞ്ഞ രൂപം, അരക്കെട്ടിൻ്റെ വളവ്, നനഞ്ഞ ചർമ്മം എന്നിവയെല്ലാം എൻ്റെ ഹൃദയത്തിൽ ആഴത്തിലുള്ളൊരു മുദ്ര പതിപ്പിച്ചു. ഒരു വിചിത്രമായ ഭ്രാന്ത് എന്നെ പിടികൂടി. അവളെ നോക്കുമ്പോൾ അവൾ തിരികെ പോയില്ലെങ്കിൽ എനിക്ക് ശരിക്കും ഭ്രാന്താകുമെന്ന് ഞാൻ കരുതി. അവളുടെ സൗന്ദര്യം, അവളുടെ കണ്ണുകളിലെ ലഹരി നിറഞ്ഞ നോട്ടം, അവൾ എന്നോട് പെരുമാറിയ രീതി എന്നിവയെല്ലാം എന്നെ ഭ്രാന്തനാക്കുകയായിരുന്നു. ശരി, നന്ദി, ഞാൻ അവളോട് പറഞ്ഞു. ഞാനിപ്പോൾ കുളിക്കാം, ഞാൻ പറഞ്ഞു. അവൾക്ക് പോകണമെന്ന് മനസ്സിലായി. അവൾ പതുക്കെ അവളുടെ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. ഞാൻ വാതിൽക്കൽ നിന്നു അവളെ നോക്കി. അവൾ വാതിലിൽ നിന്നിറങ്ങി പടികൾ ഇറങ്ങാൻ തുടങ്ങി. എനിക്ക് അവളെ നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. നനഞ്ഞ സാരിയുടുത്ത അവളുടെ പുറംഭാഗത്തിൻ്റെ ഭംഗി കൂടുതൽ ആകർഷകമായിരുന്നു. അവളുടെ ശരീരം, ചലനങ്ങൾ, ആ സാരിയിലെ അവളുടെ സൗന്ദര്യം എന്നിവയെല്ലാം നിർത്താനാവാത്തതായിരുന്നു. എൻ്റെ മനസ്സ് ചിന്തകളാൽ ജ്വലിച്ചു. അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും അവളുടെ അടുത്തായിരിക്കാനുള്ള ആഗ്രഹവും അവളുടെ ചുണ്ടുകളെ ചുംബിക്കുന്ന സ്വപ്നവും എന്നെ ഭ്രാന്തനാക്കുകയായിരുന്നു. ഞാൻ കുളിച്ചു, പാചകം ചെയ്തു, ഭക്ഷണം കഴിച്ചു. ഞാൻ കുറച്ചു നേരം വിശ്രമിച്ചു. പക്ഷേ ഇതിനകം വൈകുന്നേരമായിരുന്നു. പുറത്തെ വായു ശാന്തമായിരുന്നു. ഞാൻ വീട്ടിലിരുന്നു വൈകുന്നേരത്തെക്കുറിച്ച് ചിന്തിച്ചു. പെട്ടെന്ന് ഒരാൾ എൻ്റെ വീടിനടുത്തേക്ക് വന്നു. അയാളുടെ നടത്തം അയാൾ മദ്യപിച്ചിരിക്കാമെന്ന സൂചന നൽകി. അയാൾ എൻ്റെ വാതിൽക്കലെത്തി. ഹലോ സർ എന്ന് പറഞ്ഞു. ഞാൻ മറുപടി പറഞ്ഞു, ഹലോ. അയാൾ പൂർണ്ണമായും ദുർബലനായി കാണപ്പെട്ടു. ശരീരത്തിൽ മാംസം ഒന്നും ഉണ്ടായിരുന്നില്ല. അയാളുടെ ചലനങ്ങളിൽ ഒരു വിചിത്രമായ അസ്ഥിരതയുണ്ടായിരുന്നു. അയാൾ ആടി ഉലയുന്നത് പോലെ. ഞാൻ അയാളെ നോക്കിയപ്പോൾ അയാൾ സ്വയം പരിചയപ്പെട്ടു. ഞാൻ രാധികയുടെ ഭർത്താവ് അശോകാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ഈ ദുർബലനായ മനുഷ്യൻ ഈ സുന്ദരിയായ സ്ത്രീയുടെ ഭർത്താവ്. അവളുടെ രൂപഭാവത്തെയും സൗന്ദര്യത്തെയും കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഞാൻ സ്വയം ചിരിച്ചു. കുറച്ചു നേരം അശോക് എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരുന്നു. പിന്നെ അയാൾ പറഞ്ഞു, സർ, ഇന്ന് രാത്രി നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യണോ? നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുമോ? ഞാൻ മറുപടി പറഞ്ഞു, അതെ, എനിക്ക് കഴിയും. ശരി, ഇന്ന് വൈകുന്നേരം ഞാൻ നിങ്ങൾക്ക് രുചികരമായ ചിക്കൻ ബിരിയാണി നൽകാം. അയാൾ മറുപടി പറഞ്ഞു, ശരി, അത് ശരിയാണ്. പക്ഷേ നിങ്ങൾ ക്രമീകരണങ്ങൾ ചെയ്യും അല്ലേ? അയാൾ അല്പം ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്ത്? പിന്നെ അവൻ പറഞ്ഞു, ഞാൻ കോഴിയെ ഏർപ്പാട് ചെയ്യാം, നീ കുപ്പി ഏർപ്പാട് ചെയ്യൂ. ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു മദ്യപാനിയാണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഒരുപക്ഷെ അവൻ്റെ മദ്യപാനമായിരിക്കാം അവൻ്റെ വിചിത്രമായ പെരുമാറ്റത്തിന് കാരണം. ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടായിരുന്നിട്ടും ഈ മനുഷ്യൻ മദ്യത്തിൽ മുങ്ങിത്താഴുകയാണെന്ന് എൻ്റെ മനസ്സിൽ വന്നു. രാധികയെപ്പോലെ ഒരു സുന്ദരി ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടും അവൻ മദ്യത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു. അവളെ അവഗണിച്ചു. അവളെപ്പോലെ ഒരു ഭാര്യ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളെ ഒരിക്കലും അവഗണിക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ എപ്പോഴും അവളെ സന്തോഷിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ വൈകുന്നേരമായി. അശോക് ഒരു ബാഗിൽ എന്തോ എടുത്ത് എൻ്റെ വീട്ടിൽ വന്നു പറഞ്ഞു, സർ, കോഴിയെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തീ കത്തിച്ച് സുഖമായി ഇരിക്കാം. അതോടെ അവൻ കോഴിയെ വീടിനുള്ളിൽ കൊണ്ടുവന്ന് തീ കത്തിക്കാൻ പുറത്തേക്ക് പോയി. ഞങ്ങൾ രണ്ടുപേരും തീയുടെ മുന്നിലിരുന്നു. ചുറ്റും ആരുമില്ലായിരുന്നു. എൻ്റെ വീട് ഗ്രാമത്തിൽ നിന്ന് അല്പം അകലെയായിരുന്നു. അതിനാൽ ഞങ്ങളല്ലാതെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല. അശോക് പതുക്കെ ചോദിച്ചു, സർ, കുപ്പി കൊണ്ടുവന്നില്ലേ? ഞാൻ മറുപടി പറഞ്ഞു, അതെ, ഞാൻ കൊണ്ടുവന്നു. പിന്നെ ഞാൻ എഴുന്നേറ്റു, മുറിയിലേക്ക് പോയി ഒരു കുപ്പിയും ഒരു ഗ്ലാസും കൊണ്ടുവന്നു. ഞാൻ വീണ്ടും തീയുടെ അരികിലിരുന്നു കുപ്പി അവന് കൊടുത്തു. അവൻ കുപ്പി കയ്യിലെടുത്ത് ഗ്ലാസ്സിലേക്ക് അല്പം വീഞ്ഞൊഴിച്ചു. എന്നിട്ട് അവൻ ഗ്ലാസ് എൻ്റെ നേരെ നീട്ടി പറഞ്ഞു, കുടിക്കൂ. ഞാൻ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അധികം കുടിക്കാറില്ല. അവൻ നിർബന്ധിച്ചു, ഹേ, കുറച്ച് കുടിക്കൂ. ഞാൻ അവനോട് പറഞ്ഞു, ആദ്യം കുടിക്കൂ. അവൻ ഗ്ലാസ് എടുത്ത് ഒരു സിപ്പ് കുടിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു, ഹേ, ഞാനിത് നിങ്ങൾക്കായി കൊണ്ടുവന്നു. പിന്നെ അവൻ കുപ്പി വായിലേക്ക് വെച്ച് നേരെ അതിലേക്ക് വീഞ്ഞൊഴിക്കാൻ തുടങ്ങി. കുപ്പി നിറഞ്ഞിരുന്നു. അവൻ കുടിക്കാൻ തുടങ്ങി. ഞാൻ അത്ഭുതത്തോടെ നോക്കി. ഈ മനുഷ്യൻ ഒരുപാട് മദ്യം കുടിക്കുകയായിരുന്നു. അവനൊരു അപകടകാരിയായിരുന്നു. അശോകിൻ്റെ മദ്യത്തോടുള്ള സ്നേഹം കണ്ടപ്പോൾ അവൻ്റെ ഭാവി എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. അവൻ പതുക്കെ കുപ്പി മുഴുവൻ കുടിച്ചു തീർത്തു. അമിതമായ മദ്യം കാരണം അവൻ്റെ അവസ്ഥ വഷളായിക്കൊണ്ടിരുന്നു. തീയുടെ അടുത്ത് തന്നെ അവൻ തളരാൻ തുടങ്ങി. ഞാൻ എങ്ങനെയോ അവനെ എടുത്ത് അടുത്തുള്ള ഒരു മരത്തിൽ ചാരിയിരുത്തി. അവൻ്റെ ചലനങ്ങൾ നിലച്ചു. അവൻ്റെ മുഖം മങ്ങി.
കുറച്ചു കഴിഞ്ഞപ്പോൾ രാധിക പുറത്തേക്ക് വന്നു. അവൻ്റെ അവസ്ഥ കണ്ട് അവൾ സങ്കടപ്പെട്ടു. എന്നോട് പറഞ്ഞു, സർ, എന്തിനാണ് നീ അവനെ ഇത്രയധികം കുടിപ്പിച്ചത്? അവൻ എത്ര കുടിക്കണമെന്നറിയില്ല. അവൻ കുടിക്കേണ്ടതിലും കൂടുതൽ കുടിക്കുന്നു. എന്നിട്ട് രാത്രി മുഴുവൻ ഇവിടെ കിടക്കുന്നു. പാവം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. എനിക്ക് വാക്കുകൾ കിട്ടാതെ പോയി. അല്പം പരിഭ്രാന്തിയോടെ ഞാൻ പറഞ്ഞു, അവൻ ഈ അവസ്ഥയിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൻ അമിതമായി കുടിക്കാൻ ഇഷ്ടമാണെന്ന് ഞാൻ കരുതി. അവൾ പറഞ്ഞു, ഇല്ല സർ, അവൻ വളരെയധികം കുടിക്കുന്നതിനാൽ അയാൾക്ക് അബോധാവസ്ഥയിലാണ്. ഇത്രയും കുടിച്ചിട്ടും അയാൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നിട്ടും അയാൾ ഇപ്പോഴും കുടിക്കുന്നു. അവളുടെ വാക്കുകളിൽ നിന്ന് ഇതൊരു ദൈനംദിന സംഭവമാണെന്ന് ഞാൻ കരുതി. പക്ഷേ ഇപ്പോൾ എനിക്ക് അല്പം ഭയം തോന്നി. രാധിക എന്നെ നോക്കി പതുക്കെ പറഞ്ഞു, ശരി, അത് ഉപേക്ഷിക്കൂ. അധികം വിഷമിക്കണ്ട. ഇതാണ് അവൻ്റെ ദിനചര്യ. നീ ഇരുന്നു കഴിക്കൂ, ഞാൻ ഭക്ഷണം കൊണ്ടുവരാം. ഞാൻ സമ്മതിച്ചു. ശരി. അവൾ 2 പ്ലേറ്റ് ഭക്ഷണം കൊണ്ടുവന്നു. ഞാൻ തീയുടെ മുന്നിലിരുന്നു. പ്ലേറ്റിൽ രുചികരമായ ചിക്കൻ ബിരിയാണിയും നാരങ്ങയും അച്ചാറും ഉണ്ടായിരുന്നു. അവൾ പ്ലേറ്റ് എൻ്റെ മുന്നിൽ വെച്ചു. ഞാൻ പതുക്കെ കഴിക്കാൻ തുടങ്ങി. അതിനിടയിൽ രാധിക മറ്റൊരു പ്ലേറ്റുമായി ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയി. അവൾ അവനെ ഉണർത്താൻ ശ്രമിക്കുകയായിരുന്നു. അവൻ അല്പം ഉണർന്നു പറഞ്ഞു, എനിക്ക് വിശക്കുന്നില്ല, ഞാൻ ഉറങ്ങട്ടെ. അവൾ അവനോട് പറഞ്ഞു, എങ്കിൽ വീട്ടിൽ പോയി ഉറങ്ങൂ. പക്ഷേ അതൊന്നും അവളുടെ ഉദ്ദേശ്യമായിരുന്നില്ല. അവൻ കേൾക്കാൻ പോവുകയായിരുന്നു. അവൻ അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു മരത്തിന് നേരെയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ അല്പം ശാന്തമായി. അവൻ ഉറങ്ങിപ്പോയി. അശോകിൻ്റെ കാഴ്ച വിട്ടതിന് ശേഷം ഞാൻ വീണ്ടും രാധികയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവൾ മൃദുവായി പറഞ്ഞു, സർ, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദയവായി എന്നോട് പറയൂ. നിങ്ങൾക്ക് അല്പം അസ്വസ്ഥത തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം. അങ്ങനെയെങ്കിൽ ഞാൻ കൂടുതൽ കൊണ്ടുവരാം. ഞാൻ അവളോട് പറഞ്ഞു, വേണ്ട, ഞാൻ വളരെയധികം കൊണ്ടുവന്നു. ഇത് മതി, എനിക്കിത് ധാരാളം നിറയും. അവൾ ചിരിച്ചുകൊണ്ട് ശരി എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ അകത്തേക്ക് പോയി. ഒരു നിമിഷം കഴിഞ്ഞ് അവൾ മടങ്ങി. വെള്ളം വെക്കുന്നതിനിടയിൽ അവൾ മുന്നോട്ട് കുനിഞ്ഞു. അവളുടെ സാരിയുടെ പല്ലു വഴുതിപ്പോയി. അവളുടെ കുനിഞ്ഞത് അവളുടെ സൗന്ദര്യം എനിക്ക് വെളിപ്പെടുത്തി. മങ്ങിയ വെളിച്ചത്തിൽ അവളുടെ കൃപ കൂടുതൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ സൂക്ഷ്മമായ ചലനങ്ങളും ചുണ്ടുകളിലെ പുഞ്ചിരിയും എന്നെ അല്പം അസ്വസ്ഥനാക്കി. ഞാൻ അവളെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സർ, എന്താണ് കുഴപ്പം? എന്തിനാണ് നിങ്ങൾ എന്നെ ഇത്രയധികം നോക്കുന്നത്? ഞാൻ ഒരു നിമിഷം വാക്കുകൾക്കായി തിരഞ്ഞു. പക്ഷേ അവളുടെ സൗന്ദര്യവും അവളുടെ മധുരമുള്ള പുഞ്ചിരിയും എന്നെ ലഹരി പിടിപ്പിച്ചു. എൻ്റെ മനസ്സ് ചിന്തകളുടെ ചുഴലിക്കാറ്റായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ തീരുമാനിച്ചു. നിങ്ങളുടെ സൗന്ദര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾ ശരിക്കും സുന്ദരിയാണ്. നിങ്ങളുടെ ഭക്ഷണം അത്രയും രുചികരമാണ് എന്ന് പറയാൻ ഞാൻ ധൈര്യം സംഭരിച്ചു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സർ, നിങ്ങൾക്ക് എന്നെയാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതോ എൻ്റെ ഭക്ഷണമാണോ? ഇപ്പോൾ ഞാനൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു. എന്തു പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇത്തവണ ഞാൻ പരിഭ്രാന്തനായില്ല. പകരം ഞാൻ അല്പം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭക്ഷണം വളരെ നല്ലതാണ്. പക്ഷെ നിങ്ങളുടെ സൗന്ദര്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് വിളറിയതാണ്. ഇത് കേട്ടവൾ പൊട്ടിച്ചിരിച്ചു. പിന്നീട് അല്പം ശാന്തയായി, സർ, നിങ്ങൾ വയറ് നിറയുന്നു. പക്ഷെ എൻ്റെ കാര്യമോ? ഇപ്പോൾ അവളുടെ മനസ്സിൽ മറ്റെന്തോ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഗൗരവമുള്ള സ്വരത്തിൽ അവളോട് പറഞ്ഞു, നിങ്ങൾക്കും കഴിക്കാം, വയറ് നിറയുന്നില്ലേ? അവൾ ലഘുവായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഭക്ഷണം എന്നെ വയറ് നിറയ്ക്കുന്നില്ല. അപ്പോൾ നിനക്കെന്താണ് വേണ്ടത്? ഞാൻ കൗതുകത്തോടെ അവളോട് ചോദിച്ചു. അവൾ അല്പം ഗൗരവമായി പതുക്കെ പറഞ്ഞു, നോക്കൂ, എൻ്റെ ഭർത്താവ് എല്ലാ ദിവസവും ഇങ്ങനെ മദ്യപിച്ചു കിടക്കുന്നു. ഞാൻ അവളുടെ വാക്കുകൾ അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് വ്യക്തമാക്കി. അവളുടെ സൗന്ദര്യത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന വേദന മറയ്ക്കാൻ കഴിയാത്തതുപോലെ അവളുടെ മുഖത്ത് വേദനയുടെ നിഴലുണ്ടായിരുന്നു. ഞാൻ പതുക്കെ പറഞ്ഞു, ഓ, നിങ്ങളുടെ മുഖത്തെ ഈ സങ്കടം നല്ലതായി തോന്നുന്നില്ല. നിങ്ങൾ വളരെ സുന്ദരിയാണ്. നിങ്ങൾ ദുഃഖിതയായി കാണുന്നത് എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. അവൾ ചെറുതായി പുഞ്ചിരിച്ചു. പക്ഷെ അവളുടെ കണ്ണുകളിൽ വേദനയുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, സർ, എനിക്ക് എന്തു ചെയ്യാൻ കഴിയും? എൻ്റെ ഭർത്താവ് സമ്പാദിക്കുന്നില്ല. അവൻ മദ്യപിച്ച് കിടക്കുകയാണ്. ഞാൻ ഇവിടെയും അവിടെയും കുറച്ച് ജോലി ചെയ്യുന്നു. പക്ഷേ എൻ്റെ ശാരീരിക ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്താൻ കുറച്ച് മാത്രമേ എടുക്കൂ. എൻ്റെ ശാരീരിക ആഗ്രഹങ്ങൾ ആരാണ് തൃപ്തിപ്പെടുത്തുക? അവൾ വ്യക്തവും ഉറച്ചതുമായിരുന്നു. അവളുടെ വാക്കുകൾ എന്നെ അല്പം അസ്വസ്ഥനാക്കി. പക്ഷേ അവളുടെ വേദനയിൽ ആഴത്തിലുള്ള അർത്ഥം ഞാൻ കണ്ടു. ഞാൻ അവളോട് പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഇത് കേട്ട് അവൾ മൃദുവായി പുഞ്ചിരിച്ചു, ചെറുതായി നാണിച്ചു. അവൾ എൻ്റെ മുന്നിൽ തന്നെ ഇരുന്നു. പക്ഷെ അവൾ ഇപ്പോഴും അവളുടെ സാരിയുടെ പല്ലു ശരിയാക്കിയിട്ടില്ല. അവൾ സംയമനം വീണ്ടെടുത്തു.
അവളുടെ പൂർണ്ണ രൂപം മറച്ചു. അവളുടെ സൗന്ദര്യം ഇപ്പോഴും എന്നെ ആകർഷിച്ചു. ഞാൻ അവളെ നോക്കി. അവളുടെ സാരിയിൽ പ്രതിഫലിക്കുന്ന സൗന്ദര്യം പൂർണ്ണമായും വെളിപ്പെട്ടതായി തോന്നി. ആ നിമിഷം അവൾ വളരെ സുന്ദരിയായി കാണപ്പെട്ടു. അവളുടെ സൗന്ദര്യത്തിൻ്റെ ഒരു പുതിയ വശം എനിക്ക് വെളിപ്പെട്ടതുപോലെ. പിന്നെ അവളൊരു മധുര പുഞ്ചിരിയോടെ എൻ്റെ അടുത്തു വന്ന് ചോദിച്ചു, സർ, ഇന്നെനിക്ക് നിങ്ങളുടെ മുറിയിൽ ഉറങ്ങാൻ കഴിയുമോ? അവളുടെ ശബ്ദത്തിൽ എന്തോ വ്യത്യാസമുണ്ടായിരുന്നു. അവളുടെ തുറന്നു പറച്ചിൽ എന്നെ കൂടുതൽ അസ്വസ്ഥനാക്കി. എന്തു മറുപടി പറയണമെന്ന് എനിക്കൊരു നിമിഷം മനസ്സിലായില്ല. പക്ഷെ അവളുടെ കണ്ണുകളിലെ ആത്മവിശ്വാസവും ആശ്വാസവും എന്നെ അല്പം പ്രകാശിപ്പിച്ചു. ഞാൻ തമാശ പറഞ്ഞു, നിങ്ങളുടെ തമാശ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ അതെ, അത് കുഴപ്പമില്ല. നിങ്ങൾ എൻ്റെ മുറിയിൽ ഉറങ്ങുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല, നിങ്ങൾക്കും വിരോധമില്ലെങ്കിൽ. ഇപ്പോൾ അവൾ അല്പം ആശയക്കുഴപ്പത്തിലായിരുന്നു. അവൾ അല്പം നാണിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, ഞാൻ അകത്തേക്ക് പോകാം. ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കാം. അവൾ എഴുന്നേറ്റ് പതുക്കെ എൻ്റെ മുറിയിലേക്ക് നടന്നു. അവളുടെ ഓരോ ചുവടും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അവൾ അകത്ത് കയറി. അവൾ പോകുന്നത് ഞാൻ നോക്കി നിന്നു. ആ നിമിഷം എൻ്റെ മനസ്സ് അവളുടെ ചിന്തകളിൽ പൂർണ്ണമായും ലയിച്ചു. ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു ചിന്ത മാത്രം അവശേഷിച്ചു. ആ സുന്ദരിയായ സ്ത്രീ എൻ്റെ മുറിയിലായിരുന്നു. അവളുടെ സാന്നിധ്യം ഒരു അതുല്യമായ വികാരമായിരുന്നു. ഞാൻ പതുക്കെ എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. വാതിൽ അല്പം തുറന്നിരുന്നു. ഞാൻ അകത്ത് കയറിയപ്പോൾ അവൾ എൻ്റെ മുറിയുടെ ഒരു മൂലയിൽ എന്നെ കാത്തിരിക്കുകയായിരുന്നു. ഒരു മൃദുലമായ വെളിച്ചം അവളുടെ മുഖത്ത് പതിച്ചു. അവളുടെ സൗന്ദര്യത്തിൻ്റെ തിളക്കം എന്നെ ആകർഷിച്ചു. ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അല്പമിരുന്നു. അവളൊരു നിമിഷം പുഞ്ചിരിച്ചു. പിന്നെ നാണത്തോടെ പറഞ്ഞു, ഞാൻ അകത്തേക്ക് പോകാം. ഞാൻ തലകുനിച്ചു. അവളുടെ മുടിയുടെ നേരിയ സുഗന്ധം എൻ്റെ ശ്വാസത്തിൽ തങ്ങി നിന്നു. ഞാൻ ധൈര്യം സംഭരിച്ച് അവളുടെ വയറ്റിൽ കൈവച്ചു. ഒരു മൃദുവായ നെടുവീർപ്പ് അവളുടെ ചുണ്ടുകളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവളുടെ പ്രതികരണം എൻ്റെ ഹൃദയമിടിപ്പ് വേഗത്തിലാക്കി. അവൾ എൻ്റെ കട്ടിലിൽ കിടന്നു. ഞാൻ പതുക്കെ താഴേക്ക് ചാഞ്ഞ് എൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് അടുപ്പിച്ചു. ഞാൻ അവളുടെ മൃദുലമായ ചുണ്ടുകളിൽ എൻ്റെ ചുണ്ടുകൾ വെച്ച് അവളെ ചുംബിക്കാൻ തുടങ്ങി. എന്നിട്ട് അവൾ പറഞ്ഞു, സാർ, രാത്രി മുഴുവൻ ഞാൻ നിങ്ങളുടേതാണ്, പക്ഷേ ശാന്തമാകൂ. ഞാൻ അവളെ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ അവൾ കൈ നീട്ടി എന്നെ അവളുടെ അടുത്തേക്ക് വലിച്ചു. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം സ്വയം മറന്നു. അവളെ കൈകളിലെടുക്കാൻ അവൾ എന്നെ ആംഗ്യം കാണിച്ചു. ഞാൻ ഉടനെ അവളുടെ കൈകളിൽ വീണു. ഞങ്ങളുടെ പ്രണയം ആരംഭിച്ചു. ഞങ്ങൾ പരസ്പരം ഏറെ നേരം ഒറ്റപ്പെട്ടു. ഞാൻ വീണ്ടും ഉറങ്ങിപ്പോയി. അവൾ എന്നെ അവളിലേക്ക് വലിച്ചടുപ്പിച്ചു. രാത്രി മുഴുവൻ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിയില്ല. പുലർച്ചെ 4 ആയപ്പോഴേക്കും ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു. അവളും ക്ഷീണിതയായിരുന്നിരിക്കണം. ഞാനും ഉറങ്ങിപ്പോയി. ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ 8 ആയപ്പോൾ ഞാൻ പെട്ടെന്നുണർന്നു. എൻ്റെ ശരീരം വളരെ ഭാരമുള്ളതായി എനിക്ക് തോന്നി. എൻ്റെ ശരീരം സമ്മർദ്ദവും ക്ഷീണവും കൊണ്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. തലേ ദിവസം രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർത്തപ്പോൾ എൻ്റെ മനസ്സ് അല്പം അസ്വസ്ഥമായി. ഞാൻ കുളിമുറിയിൽ നോക്കിയപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. വായ കഴുകി കുറച്ച് വെള്ളം കുടിച്ചു. പതുക്കെ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് നോക്കിയപ്പോൾ തീയുടെ ഒരു ലക്ഷണവും കണ്ടില്ല. അവിടെ ചാരം പോലും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾ എന്നെ അല്പം ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. രാധികയുടെ വീട്ടിൽ പോയി അവളോട് സംസാരിക്കാൻ ഞാൻ ആലോചിച്ചു. പക്ഷേ എനിക്ക് ധൈര്യം സംഭരിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ മനസ്സ് ചിന്തകളാൽ നിറഞ്ഞിരുന്നു. എൻ്റെ ശരീരം തളർന്നിരുന്നു. ഞാൻ കുറച്ചു നേരം അവിടെ നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ പതുക്കെ എൻ്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു. അയാൾ വൃദ്ധനായിരുന്നു. ഒരു വടിയിൽ ചാരി നിന്നു. അയാൾ പതുക്കെ എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, സർ, നിങ്ങൾക്ക് സുഖമാണോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, എനിക്ക് സുഖമാണ്. പക്ഷേ എന്താണ് സംഭവിച്ചത്? അയാൾ അടുത്തുള്ള ഒരു പഴയ വീട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, സർ, നിങ്ങൾ ആ വീട് കാണുന്നുണ്ടോ? അവിടെ ഒരു ദമ്പതികൾ താമസിച്ചിരുന്നു. രാധിക എന്ന സ്ത്രീയും ഭർത്താവും. അവളുടെ ഭർത്താവ് ധാരാളം മദ്യപിച്ചു. അവൾ അസ്വസ്ഥയായിരുന്നു.
അവൾ വളരെ സുന്ദരിയായിരുന്നു. പക്ഷെ അവർക്ക് കുട്ടികളില്ലായിരുന്നു. അവളുടെ ഭർത്താവിന് അവളോടൊരു സ്നേഹവും ഉണ്ടായിരുന്നില്ല. അതിനാൽ അവൾ ഒരു ഏകാന്ത ജീവിതം നയിച്ചു. ഞാൻ അത്ഭുതത്തോടെ അവളെ നോക്കി. ഒരു ദിവസം അവളുടെ ഭർത്താവ് മദ്യപാനം മൂലം മരിച്ചതായും അവൾ വളരെ ഏകാന്തയായതായും അവൾ തുടർന്നു. അവൾ സുന്ദരിയായിരുന്നു, പക്ഷെ അവൾ ഒറ്റയ്ക്കാണ് ജീവിച്ചത്. ഒടുവിൽ അവളും സ്വന്തം ജീവനെടുത്തു. എൻ്റെ മനസ്സ് ശൂന്യമായി. ആ രാത്രിയിൽ സംഭവിച്ചതിന് വ്യത്യസ്തമായ അർത്ഥമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ അവളെ ഉപേക്ഷിച്ചു. എൻ്റെ മനസ്സ് സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും ഒരു വലയായിരുന്നു. ആ രാത്രിയിൽ ഞാൻ കണ്ടുമുട്ടിയ രാധിക യഥാർത്ഥത്തിലുണ്ടായിരുന്നു. രാത്രി മുഴുവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആൾ, ആ സ്ത്രീ എൻ്റെ കൂടെയുണ്ടായിരുന്നോ? അതോ അവളുടെ ആത്മാവാണോ? ഇപ്പോൾ ഞാൻ ആ വീട്ടിൽ തനിച്ചായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ഞാൻ ആരോടൊപ്പമായിരുന്നു? എൻ്റെ മനസ്സിൽ ഭയവും ജിജ്ഞാസയും വളർന്നുകൊണ്ടിരുന്നു. ഈ കഥ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടിനായി മല്ലൂസ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തതിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.